currently driving without any proper time, you know, as the roads are extremely remote. നമ്മളെ സമയം തീർന്നു, 10 മണിക്കൂർ ഫിനിഷ് ആയിട്ടാണ് കൊണ്ടുവച്ച. ആംപ്ലിറ്റ്യൂഡ് 5 മിനിറ്റ് കൂടി ബാലൻസ് ഉണ്ട്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസിഡൻഷ്യൽ ഏരിയയിലാണ് വണ്ടി വെച്ചിരിക്കുന്നത്. എന്താവധിയാണ് ഇവർ ആരെങ്കിലും രാത്രി വിളിച്ച് പോലീസിനെ വിളിച്ച് വരുത്തിയെങ്കിൽ ഫൈൻ കിട്ടും കേട്ടോ. ഭയങ്കര വളമുള്ള നമ്മളങ്ങനെ എക്സിറ്റ് ഇറങ്ങും കേട്ടോ. ഇഷ്ടപ്പെട്ട വളമാണ്. ടയറിൽ വാരി ഒട്ടിച്ചു വിടാം. നമ്മളെ സമയം മുട്ടിയാ കയറുന്നത്, അതുകൊണ്ട് നമ്മളൊരു മയത്തിലങ്ങ് പോകുന്ന കേട്ടോ. വേറെ വഴിയില്ല. എന്നാന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മളവിടെ കിടന്നു പോകും. ഇങ്ങനെയൊക്കെ വരുമ്പോ ശ്രദ്ധിക്കണം. റൗണ്ട് അപ്പൂട്ട് കേട്ടോ. ചെറിയ റൗണ്ട് അപ്പൂട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതിലേ പോയായിരുന്നു കേട്ടോ. 10:04 ഇപ്പൊ 10:04 അൺലോഡിങ് ആണ്. മാക്സിമം ഇട്ട് ചവിട്ടി കയറുക കേട്ടോ, അല്ലാണ്ട് കയറൂല വണ്ടി. വരാത്തി മതാമന്റെ ബംഗ്ലാവിലേക്ക് കൊണ്ടുവന്നു തോന്നില്ല. അതേപോലെ റോഡ് മാറ്റണേ. PK വാൾട്ടർ അതാണ് സംഭവം. ലോഡ് ഇറക്കണ്ടേ അതിനകത്തോട്ട് എങ്ങനെ കേറുന്നു. റാമ്പെല്ലാം കിട്ടി. ഒരു ഉടായ്പ റാമ്പ്, സ്ഥലമില്ല, കോപ്പ്, കൊടത്തക്കറ ഒന്നും പറയണ്ട. കക്കാമങ്ങ തേങ്ങ മാറ്റി വെച്ചോട്ടെ, ഇല്ല ഞാൻ ഇടിച്ചു കൊടുക്കുക. അതേ കൂട്ട് റൗണ്ട് എങ്ങനെ എമ്മാതിരി റാമ്പ്. കിട്ടൂല കേട്ടോ. ആറാമത്തെ ഒരു വരം കുറിയൊന്നും ഇല്ലാത്തൊരു റാമ്പ് കേട്ടോ. തുറന്നിട്ട് വരാം. ക്ലാസ് ഇതായിട്ട് കണ്ണും കാണുന്നില്ല. അപ്പുറം പോയി നമ്മളെ ലോഡ് സംഭവം കാര്യങ്ങളൊക്കെ ഇറക്കി കഴിഞ്ഞു. നമ്മളിപ്പോൾ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി പോകട്ടോ. അടുത്തത് ഇവിടുന്ന് വിയറ്റ്നാം എന്നല്ല, വിയറ്റ്നാം ടൗണിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ പാസ്സായി വന്നു നമ്മൾ. ഇത് കഴിഞ്ഞിട്ട് ലോഡ് എടുത്തിട്ട് സ്റ്റുട്ട്ഗട്ടിലേക്ക് കേട്ടോ അടുത്തിട്ട്. ഇത് നമ്മളിപ്പോൾ ലോഡ് എടുക്കാൻ പോകുന്നതിൻ്റെ അവിടത്തേക്ക് പോകുമ്പോൾ കണ്ട മഞ്ഞാണ് കേട്ടോ. കോടാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോട. ഇവിടെ അത്യാവശ്യം മഞ്ഞെല്ലാം വീണ് കിടപ്പുണ്ട്. നല്ല അടിപൊളി കേട്ടോ, പീക്ക് ലെവലിലുണ്ട്.
കണ്ണ് കാണാത്ത രീതിയിലുണ്ട്. എന്താണ് അടിപൊളിയാക്കിയല്ലേ? അത് ആർമി ട്രക്കാന്ന് പോലെ അവിടെ കാട്ടിൽ കൂടെ ഉണ്ടായി ഇങ്ങനെ കാട് കയറിയണ്ട കാട്. അവിടെ ഒരു ക്യാമറ ഉണ്ടാകും പോലും കണ്ണ് കാണില്ല. അതാണ് നമുക്കവിടെ പാർക്കിംഗ് കിട്ടുന്നില്ല, ഒരു കോപ്പും കിട്ടുന്നില്ല. നേരത്തെ ഓടിക്കൊണ്ടിരിക്കുക 47 മിനിറ്റ് ഉണ്ട്. പക്ഷെ 65 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ നമുക്ക് എത്തൂല, ഓടി എത്തൂല. ഒന്ന് ഓസ്ട്രിയാണ്, വിയറ്റ്നാമിന്റെ വേറൊരു സ്ഥലം. ഈ നമ്മൾ ഈ മഞ്ഞില് ഈ കട്ടിങ് ഉണ്ടോ മഞ്ഞിന്റെ, ആ മഞ്ഞ് ഈ റോട്ടിലേക്ക് കയറും. മഞ്ഞ് തീവ്രമായി കഴിഞ്ഞാൽ മഞ്ഞ് ഇങ്ങനെ റോട്ടിൽ കയറി റോഡ് ചുരുങ്ങും. അപ്പൊ നമ്മള് വണ്ടി വരുന്ന സമയത്ത് നമ്മള് ചിലപ്പോ ഈ വലതുവശത്തേക്ക് അടുപ്പിക്കൂലോ. ആ അടുപ്പിക്കുന്ന സമയത്ത് ആ മഞ്ഞ കയറുമ്പോ വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് മാറും, ഭയങ്കരമായിട്ട് വെട്ടിക്കളിക്കും. അപ്പൊ ഒരു കാരണവശാലും അങ്ങനെയുള്ള സ്ഥലത്തൊന്നും കയറ്റരുത് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് റോഡ് ചുരുങ്ങുന്ന പോലെ തോന്നും. കാരണം ഇങ്ങനെ ഗ്ലാസ് മുട്ടിയില്ലാന്ന് പറഞ്ഞ പോലെ പാസ്സായി പോകും. ഇത് തകർത്ത് കേട്ടോ, തകർത്ത് നിൽക്കുക. നോക്കി നമുക്ക് ഇവിടെ പാർക്കിംഗ് അവിടെ മുട്ടീരിന്റെ അങ്ങേയറ്റം പൊട്ടിച്ച് ഓടിച്ചോണ്ടിരുന്നിട്ട് ലാസ്റ്റ് ഇപ്പൊ ഫ്രീ ആയിട്ട് 1 മണിക്കൂർ മുന്നേ സൈഡാക്കാന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്കും വന്നിട്ട് ലോക്കൽ റോട്ടിൽ വന്ന് ചാടി കോമഡിയോ കോമഡി. മരം നോക്കിയ അടിപൊളി കേട്ടാ. മരത്തിലൊക്കെ ഇത് കട്ട നിൽക്കുക കാണുന്നില്ല. അല്ല ആ മരത്തെ കണ്ടില്ല, കട്ട കെട്ടി നിൽക്കുന്നത്. അവിടെ ഒരു കുരിശ് ഉണ്ടോ? ഇവിടെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് ആള് മരിച്ചിട്ടുണ്ടോ? ഒരാള് മരിച്ചതിനാണ് ഒരു കുരിശ് വെക്കുന്നത്. 2 കുരിശ് വെച്ചിട്ട് 2 ആള് മരിച്ചു. അങ്ങനെ ഞാൻ ഇന്നാള് അതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ ഒരു കുരിശ്. അതന്നെ, വണ്ടി ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്നിടത്ത് കുരിശ് വെക്ക് വരും. ആ മരം നിൽക്കുന്നുണ്ടോ? കാണുന്നില്ലടാ. ആ മരം അടിപൊളിയല്ലേ? ഇങ്ങനെ ഇത് എന്താ ഞാൻ പറഞ്ഞ സാധനമൊക്കെ വരാൻ തുടങ്ങി. ഇപ്പൊ ഇവിടെ നമ്മൾ മറ്റേ റോഡിന് ഉണ്ടാവില്ല, ഈ റോഡ് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഉപ്പടിച്ചു പോയതാ, റോഡൊന്നും വിഷയമൊന്നുമില്ല. അല്ലാതെ ആ സൈഡിലില്ല. എങ്ങനെ അതിന്റെ മെയിൻ റോഡിന്റെ സൈഡൊന്നും ഉണ്ടായിട്ടില്ല. അത് ഇവിടെ മറ്റേ കുറച്ച് എന്തെങ്കിലും ഈ അള്ളു പോലത്തെ സ്ഥലമൊക്കെ ആണല്ലേ. ക്യാമറയൊക്കെ ഉണ്ടോ? കണ്ണു കാണൂല. ഇതാ മരുന്നുണ്ടോ ചേട്ടി? എങ്ങനെയുണ്ട് മരത്തെ? കണ്ട കട്ട കെട്ടി നിൽക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട്. 70 കിലോ സ്പീഡ് ലിമിറ്റ്. റോഡ് നോക്കിക്കോളാം, പൊക്കോളാം. കണ്ട ഇരിക്കുന്നത് ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടോ? നാലങ്ങും വലങ്ങും വെച്ചിരിക്കുന്നത്. ആ മരം നോക്കണേ, ഇതിലധികം ഇല്ല. നല്ല തണുപ്പായിരിക്കും കേട്ടോ ഇന്ന് രാത്രി. ഇവിടെ -1 എപ്പോ ഇവിടെ താമസിക്കുന്ന ഒരു സംഭവിക്കണ്ട അല്ലേ? അത് ഇവിടെ ഭയങ്കരമായിട്ടല്ലേ, ഭയങ്കര വേറെ ലെവൽ. ഇത് ഓസ്ട്രിയ അല്ലെങ്കിൽ ടഫാണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഇതാണ്. ഇതൊക്കെ എന്നാ കട്ടിക്കാന്ന് നിൽക്കുക സൈഡെല്ലാം. ഇതാ മരമെല്ലാം കണ്ട കുറഞ്ഞു, കുട മണ്ടയ്ക്ക് പോയി. ഒരു തുള്ളി സമയമില്ലാണ്ടോ നമ്മളിപ്പോൾ ഓടുന്നാട്ടാ. അതായത് ഭയങ്കര റിമോട്ടായിട്ടുള്ള ഒരു സ്ഥലത്ത്. ഇപ്പൊ നാളെ എന്താണെന്ന് ദൈവത്തിനറിയാം. ഇവിടെ ഒരു സ്ഥലം കണ്ടിട്ടുണ്ട്, നമ്മൾ വണ്ടി ഇപ്പൊ തിരിച്ചു പോവാം അവിടെ വണ്ടി വെക്കാൻ വേണ്ടി. നാളത്തെ അവസ്ഥ ദൈവത്തിനറിയാം. എടുത്ത് ഊരി വരാൻ പറ്റുമോ? കേട്ടോ, ഫുള്ള് കാട്ടും പ്രദേശം കേട്ടോ. നമ്മൾ ഇത്ര മാത്രം മുന്നോട്ട് പോയാടി. ഇവിടെ കണ്ടല്ലേ പാലം വേണം. ഒരു പാലുണ്ട്. ആടെ സ്ഥലമുണ്ട്, പക്ഷെ അവിടെ വെക്കാൻ നോക്കണ്ട. ജിലേബിലിപ്പെട്ടിട്ട് എല്ലാവർക്കും എന്താ ചെയ്യാ? മാക്സിമം നമ്മൾ നോക്കിയില്ലേ പാർക്കിങ്. സോറി, നമ്മള് സമയം തീർന്നു. 10 മണിക്കൂർ ഫിനിഷ് ആയിട്ടാണ് കൊണ്ടുവച്ച
ആംപ്ലിറ്റ്യൂഡ് 5 മിനിറ്റ് കൂടി ബാലൻസ് ഉണ്ട്. ടാക്കോ വയലേഷനാണ്, പക്ഷേ ഇത് നമുക്ക് പറഞ്ഞു നിൽക്കാം. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസിഡൻഷ്യൽ ഏരിയയിലാണ് വണ്ടി വെച്ചിരിക്കുന്നത്. എന്താവോ ദൈവമേ, ഇതൊരു ട്രക്കെല്ലാം വരുന്നുണ്ട്. ഇവർ ആരെങ്കിലും രാത്രി വിളിച്ച് പോലീസിനെ വിളിച്ച് വരുത്തിയെങ്കിൽ ഫൈൻ കിട്ടും കേട്ടോ. ഇവിടെയാണ് കേട്ടോ നമ്മൾ ഇന്നലെ കിടന്നത്. കുറേ കാറെല്ലാം പാർക്ക് ചെയ്യുന്നതിൻ്റെ സ്ഥലത്ത് വണ്ടിയെല്ലാം മാട്ട കയറ്റിട്ട് വേണ്ട. ഇതാ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലം. ഐസ് വീണ് കിടക്കുന്ന കേട്ടോ. വീടാണ് മൊത്തം ഇവിടെ. അങ്ങോട്ടെല്ലാം വീട്, ഇവിടെയും വീട്. ഉണ്ടോ വണ്ടി ഇട്ടിരിക്കുന്നുണ്ടോ? എന്നാലും അത്രയ്ക്ക് പോലും സമയമില്ലാണ്ട് 1 മിനിറ്റിൽ വണ്ടി കൊണ്ട് ഇട്ടിരിക്കുന്നത്. ചില സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ വെക്കേണ്ടി വരും. അപ്പം നമ്മൾ ആവശ്യമായിട്ട് വെക്കുക വേറെ വരും. നമുക്ക് വേണ്ടി സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും നന്ദി കേട്ടോ. 13.27 മിനിറ്റാണ് ഇവിടെ കിടക്കുന്നത്. ഇന്നലെ 4:30 കൊണ്ട് ഇട്ടാ. ബിഗിനിങ് കൺട്രി അല്ലേ? അടിച്ചോ. നമ്മളിത് പഠിക്കാൻ വേണ്ടി പുള്ളിനെ കൊണ്ട് അടിപ്പിക്കുന്ന കേട്ടോ. ഓക്കെ, അല്ല വേക്കടിക്കണം അങ്ങനെ. അത് എൻട്രി സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബിഗിനിങ് കൺട്രി എന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് നമുക്കൊരു സംശയം വരുമ്പോൾ നമ്മൾ വീണ്ടും വെറുതെ ഒന്ന് അടിച്ചിടുക. അപ്പൊ പോവില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് തന്നെ ബാക്കോട്ട്. അല്ല 3 പ്രാവശ്യം അടിച്ച് നമുക്ക് മെയിൻ പേജ് വരണം. മെയിൻ പേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതർ വർക്കടി അടിച്ചോ. ഇനിയിപ്പോ സമയം ഇപ്പൊ ഇതിലാ കിടക്കുന്നത് അതർ വർക്ക്. ഇനി നമുക്ക് സമയം കാണണം. സമയം കാണാനുള്ള എങ്ങനെയാ അടിക്കണ്ടേ? അത് ഓപ്ഷൻസ് അല്ലേ? നമുക്ക് സമയമാണ് കാണണ്ടേ. നമുക്ക് ഓപ്ഷനാണ് കാണണ്ടേ. അതായത് എത്ര സമയമായി നമുക്ക് അതർ വർക്ക് എന്നുള്ള ഒരു സമയം കാണണം. അതേതാ? അതാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ വണ്ടി കറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഇടുക കേട്ടോ. ഇവിടെ ഒരു സ്വിച്ച്, അതായത് 2 ഡിഫറൻഷ്യൽ ലോക്ക് എന്നാ പറയുന്ന പേരെന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ബാക്കോട്ട് വലിക്കുന്നില്ല. ചില സമയങ്ങളിൽ നമ്മൾ ഇതേപോലെ വീടുകളിൽ ഇടക്കെല്ലാം കൊണ്ട് വണ്ടി വെക്കേണ്ടി വരും. നമ്മുടെ ഗതികേടും നമ്മുടെ സാഹചര്യം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ സഹൃദരായ നാട്ടുകാർക്കും ഇവിടുത്തെ പോലീസിനൊന്നും വിളിക്കാണ്ട് രക്ഷപ്പെടുത്തി തന്ന എല്ലാവർക്കും നന്ദിയുണ്ട് അല്ലേ? ഇത് ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടു. മഞ്ഞാണ്, രാവിലെ തന്നെ മഞ്ഞായി. ബേക്കിലൊരു കാറ്. ഇനി ആ കാറുകാര് ബാലേ വരുള്ളൂ. നമ്മുടെ അത് കയറി പോവില്ല. മഞ്ഞല്ലേ, നല്ല മഞ്ഞ്. ഇതായിട്ട് റോഡിലെ ബ്ലാക്ക് കേസ് കിടക്കുന്നത്. അതാ ഈ വണ്ടി ബ്ലാക്ക് കേസ് ഒക്കെ കയറുമ്പോ ഇതേപോലെ ഒരു മയത്തിലങ്ങ് സ്പീഡിലങ്ങ് പോയാൽ മതി. ഫുള്ള് ബ്ലാക്ക് കേസ് കിടന്നത്. നമ്മള് നിർത്തിയാൽ അവിടെ കിടന്ന് കളിക്കും. അപ്പൊ നമ്മള് വണ്ടി തിരിച്ചു, അവിടെ ട്രാക്കായി. നമ്മളെ ഇന്നലെ വണ്ടി നിർത്തിയ സ്ഥലം ഒന്ന് കാണിച്ചു പോകാൻ എടുത്തിട്ട് പോകാൻ. നമ്മൾ ഇന്നലെ വണ്ടി കൊണ്ടുവച്ച സമയത്ത് ഒരു അപ്പാപ്പനുണ്ടായിരുന്നു. ഇതേപോലെ ഒരു റെസിഡൻഷ്യൽ ഏരിയന്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ട് വെച്ചായിരുന്നു. അപ്പാപ്പൻ പറഞ്ഞു വണ്ടി വെക്കാൻ പറ്റൂലെന്ന്. വീട്ടിൽ പോയി ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇവിടെ വന്നു വണ്ടി വെച്ചു. ആരോട് ചോദിച്ചു വരില്ല, വരൂല എന്നൊരു വിശ്വാസം. പിന്നെ ഓസ്ട്രിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കണ്ടമാനം കടന്ന് ലോഡ് എടുത്ത് ഓടിയ ശീലമില്ല കേട്ടോ. ലോഡ് എടുത്തിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടില്ല അധികം കണ്ടമാനം ലോഡ് എടുക്കാൻ. നമുക്ക് പൊതുവെ ജർമ്മനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വരിക. അപ്പൊ അങ്ങനെ വരുമ്പോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള സ്ഥലങ്ങള് ബ്ലൂ കളർ റോഡാ കണ്ടത്. ഇന്നലെ നമ്മൾ ഇവിടെയാ കടന്നത്.
ഇതുണ്ടോ, ഇവിടെയാണ് ഇന്നലെ നമ്മൾ കടന്ന വണ്ടി. ഈ അടുത്ത സൈഡില് ഈ കാറിന്റെ ബേക്കില് ഇവിടെ ഇട്ടിട്ടാ കിടന്ന് ഉറങ്ങിയത്. കണ്ടാ നമ്മുടെ വണ്ടിന്റെ പാടെല്ലാം കണ്ട. ഫുള്ള് വീടാ, വീടോ വീട്. അപ്പൊ ഈ ബ്ലൂ കളർ റോഡ് കണ്ടപ്പോ ഞാൻ ഓർത്തു ഇത് വലിയ റോഡാന്ന് വിചാരിച്ച് വന്ന് കയറിയതാണ്. പക്ഷെ ഒരു തരത്തില് രക്ഷയില്ലായിരുന്നു, പെട്ടുപോയായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ മുട്ടിച്ച് 1 മണിക്കൂറല്ല 1.5 മണിക്കൂർ മുന്നേ, 1 മണിക്കൂർ മുമ്പേ അല്ലേ നമ്മൾ പാർക്കിംഗ് ഒപ്പം തുടങ്ങിയ. 1 മണിക്കൂർ മുമ്പേ പാർക്കിംഗ് ഒപ്പം തുടങ്ങിയ. പക്ഷെ ഒരു തരത്തിൽ കിട്ടിയിട്ടില്ല. ഫുള്ള് ഇതേ കൂട്ടി ചെറിയ റോഡ്. ഞങ്ങൾ എങ്ങനെയൊക്കെയോ കൊണ്ട വെച്ച് ഭാഗ്യമുണ്ട്. ഇതാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ ഒക്കെ വരുമ്പോ എവിടെ പാർക്ക് ചെയ്യാനോ സ്ഥലം കിട്ടുന്ന വണ്ടി. കഷ്ടപ്പെട്ടു പോയി. ഇതാണ് ഫുള്ള് വീട്, വീടോ വീട്. വീടുകളുടെ അടക്ക് ഒരു തരത്തിലും വെക്കാൻ പറ്റൂല. ഇവിടെ ഒന്നും വെച്ചുകൂടാട്ടോ. ഇവിടെ ഒക്കെ വെച്ച് കഴിഞ്ഞാല് ഫൈന് ചിലപ്പോ കിട്ടും. ചെറിയൊരു കപ്പേളല്ല, അതിനെന്തോ ചെറിയൊരു ഇതുണ്ടായിരുന്നു. After 300 meters, turn left onto Spittelstrasse. എങ്ക നോക്കിയാലും വീട്. ഇതിനകത്ത് എവിടെ കൊണ്ട് വണ്ടി വെക്കാനാ? എന്നാലും നമ്മൾ ഇവിടെ വെക്കാൻ നോക്കിയത് ഓർമ്മയുണ്ടാ? അവിടെ കാർ വെച്ചിട്ടുണ്ടോ? അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർ പോലീസ് വിളിക്കും ചിലപ്പോ, പറയാൻ പറ്റൂലേ. അല്ല നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ ചെറിയ കടകൾ കണ്ടാ, 2 പേര്. പക്ഷെ ഇതൊരു ടൗണാണ്. ടൗണിന്റെ ഉള്ളിൽ കൂടെ കയറി വന്നു. ഇത് വലത്തേക്ക് ഇറങ്ങി വന്ന് പറഞ്ഞില്ല. ഒരു ഉപ്പടിക്കുന്ന വണ്ടി ബൈക്കിലുണ്ടായിരുന്നു. Follow the road for 6 kilometers. ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇടായിരുന്നല്ലേ. പക്ഷെ എന്നാ സ്പേസ് ഇല്ല. ഇത് കാറിന്റെ സ്പേസ് ആണ്. നമ്മൾ കയറ്റിട്ട് മറ്റേപ്പാട് ആ നടക്കുന്ന ഇതിന്റെ മേലെ കയറ്റിയിട്ടാലേ അത് ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര മേജർ പ്രശ്നം. അതിപ്പോ ഇന്നലെ മഞ്ഞ് പെയ്തായിരുന്നു നമ്മൾ ഈ കയറി പോക്കും ഉണ്ടാവും. മഞ്ഞ് പെയ്യാത്തതുകൊണ്ട് നൈസായിട്ട് പോകുന്നതാണ്. ഇവിടെ നമ്മൾ ചോദിച്ചായിരുന്നു വണ്ടി ഇടാൻ പറ്റുമോ, അത് പറ്റിയ. പക്ഷെ ഇവിടെ 2 കാർ ഇട്ടായിരുന്നു. അത് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ കുത്തി വെച്ചായിരുന്നു. അപ്പൊ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അവരോട് പറഞ്ഞാലും മതി. ഇങ്ങനെയുള്ള കാര്യത്തിലുള്ള സെറ്റാണ്. ഇവിടെ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇതൊന്നും നമ്മൾ ഇന്നലെ കണ്ടില്ല കേട്ടോ. ടെൻഷൻ കാരണം ഓരോ സ്പേസ് അല്ല, ചെറിയ റോഡ്. അവിടെ കയറ്റി വെക്കാത്തതാണ്. തിരിച്ചു വരുമ്പേ ലൈറ്റിന്റെ ഒരു ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് അതിനകത്തോട്ട് തറച്ച് കയറും. ഇതിന്റെ ഉള്ളിലേക്ക് പോകും മഞ്ഞിന്റെ ആ ഒരു ഇത് ഒക്കെ അടിപൊളിയാണ്. നമ്മൾ ഇന്നലെ ഇവിടെ വെക്കാൻ നോക്കി ഓർമ്മയിട്ടാ ഈ SOS ല്. പക്ഷെ ആ SOS മഞ്ഞ് കയറി കിടങ്ങുന്നുണ്ടോ ഇല്ല, പിന്നെ കുറച്ച് വലുതാവുമായിരുന്നു, നമുക്ക് സുഖമായിട്ട് വെക്കാം. ഇവിടെ വെക്കാൻ നോക്കിയപ്പോ കാറ് ഉണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് ചിലപ്പോ വെക്കാൻ പറ്റുന്ന സ്ഥലമായിരിക്കും, പക്ഷെ ഈ മഞ്ഞ് വീണോണ്ട് നമുക്ക് അറിയത്തില്ല. ഇതാണ് അവസ്ഥ. അതാ പ്രശ്നം. നമ്മളെ അപ്പാപ്പൻ ഇന്നലെ ഇവിടെ ഇവിടുന്ന് വെക്കാൻ പറ്റുള്ളൂ പറഞ്ഞു. അടിപൊളി സ്ഥലമായിരുന്നു, ഒരു അലമ്പുമില്ല. രാവിലെ പൊക്കോളം എന്നിട്ടും പെട്ടിച്ചു. ചിലര് നല്ല ആളുകളുണ്ടാവും, ചിലര് മോശമുണ്ടാവും. നിങ്ങളെന്തിനെ പേടിച്ചില്ലേ? കാക്ക കൂട്ടി പറഞ്ഞു നോക്കിയാ കേട്ടോ. ഇത് നമ്മള് 0-0 വണ്ടി ഓഫായി. അപ്പൊ പിന്നെ അത് വലിയ പ്രശ്നമില്ല. ആ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ വർക്കിംഗ് അവർ ബാലൻസ് കിടപ്പുണ്ട് 4 മിനിറ്റോളം. 4 അങ്ങനെ എന്തോ കിടക്കുന്നത്. 1 മിനിറ്റ് ഇല്ല, ബ്രേക്ക് ആയിട്ടില്ല. 0-0 നിന്നില്ലേ. ചിലപ്പോ കുറച്ച് ബ്രേക്ക് ആയിട്ടുണ്ടാവും, സെക്കൻഡുകൾ. പക്ഷെ അത് നമുക്ക് എങ്ങനെ പറഞ്ഞേക്കാം, അതൊന്നും വലിയ മേജർ വയലേഷൻ പൊട്ടെന്ന് പറയും. മറ്റേന്ന് പറഞ്ഞാൽ ചിലവർ ഈ ടാക്കോ പിടിച്ചിട്ട് 3-4 മണിക്കൂറൊക്കെ ഓടുന്നവർ ഇതിന്റെ ആൾക്കാർ, റീഫറുകാരൻ. അവർക്കൊക്കെ ചിലവര് കേട്ടാ, എല്ലാരും അല്ല, അവർക്കൊക്കെയാണ് പ്രശ്നം. എന്താ ഒരു വാണിംഗ് ബോർഡ് കണ്ടോ? എന്താ അത്? ട്രെയിൻ ഇതാണത്. നമ്മൾ തിരിഞ്ഞു വന്ന റോഡ് മാറിപ്പോയിരുന്നല്ലോ, അതാ പറ്റിയ. റൗണ്ട് ബോട്ടിന്ന് പിന്നെ കുറച്ച് അപ്പുറം
rear right. ടാക്ക പൊട്ടുന്നതിന്റെ ആ വിഷമത്തിലാണ് പുള്ളി അടിച്ച് പണിയാന്ന് കേട്ടോ. ആദ്യത്തെ പുള്ളിയാണ് പുള്ളീൻ്റെ. അല്ല, ആദ്യം ഒരു ഐഡിയ ആക്കി കൊടുക്കുന്ന എല്ലാം പണിയെടുപ്പിക്കുന്ന കേട്ടോ. അല്ലാതെ പുള്ളി പഠിക്കൂല. നമുക്ക് അവിടെ ഒരു പിന്നിടാനുള്ള ഗ്യാപ്പ് വേണം. അപ്പം ഇവിടെ കുറച്ച് ഉള്ളിലേക്ക് പോകണം. ഒരു ചോട്ട് മറിക്ക്, ഇങ്ങ് മാറ് കണ്ടോ. ഇതുപോലെ ഒരു ചവിട്ട് കിട്ടിയത് അപ്പോൾ അവിടെ ലെവലാവും. അടുത്തെടുത്തോ. എത്ര എണ്ണം ഉണ്ട് ഇനി? എടുത്തിട്ട് വാ. പൊളി, എന്തായാലും അടിപൊളി പൊളി തന്നെ കിട്ടിയില്ലേ? കൈ തണുക്കുന്നുണ്ടാ? നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പറന്ന് നിൽക്കണം. നമ്മൾ പണിയെടുപ്പ് അതും കൂടി എടുത്തിട്ടോ. സൈഡ് പൊളിയാണ് കേട്ടോ. പുള്ളിനെ കൊണ്ടാണ് ഫുള്ള് സൈഡ് പൊളിപ്പിക്കുന്നത്. കാരണം പുള്ളിക്ക് വണ്ടി കിട്ടും. അതുകൊണ്ട് അടുത്ത ട്രിപ്പോടുകൂടി വണ്ടി കിട്ടാൻ സാധ്യതയുണ്ട്. പണി നല്ല വൃത്തിക്ക് പഠിപ്പിച്ച് അത്യാവശ്യം ഒരു ഐഡിയ ആക്കി വിടുവാണെങ്കിൽ അത്ര ഐഡിയ ആണ് പണിയെടുക്കുമ്പോൾ. ബാക്കിയൊക്കെ നിങ്ങൾ ലൈനിലൊക്കെ ഇറങ്ങുമ്പോൾ കുറേയൊക്കെ പഠിക്കും കേട്ടോ. ഇതെപ്പോഴും ശ്രദ്ധിച്ചോളുക. ഈ നമ്മൾ ടയറിന് അടുപ്പിച്ച് വെക്കാൻ പാടുള്ളൂ. ഫോർക്ക് ലിഫ്റ്റ് വന്നിട്ട് ഇല്ലേ ടയർ കയറി പ്രശ്നമാവും. ഓക്കെ, നമുക്ക് ലോഡ് കയറേണ്ട സാധനം ഇതാണ് കേട്ടോ. ഈ സംഭവമാണ് ലോഡ് കയറേണ്ടത്. മിഷനറീസാണ്. ബെൽറ്റടി ഉണ്ടാവുമോ അറിയില്ല. ബെൽറ്റടി ചിലപ്പോഴേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാരണം അതിൻ്റെ മേലെ വെച്ച് ബെൽറ്റടി നടപടി ആവില്ല. അതിൻ്റെ ഉക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. നോക്കാം നമുക്ക്. അതിൽ നമുക്ക് ചിലപ്പം ബെൽറ്റ് അടിക്കേണ്ട വരില്ല കേട്ടോ. എന്നാന്ന് വെച്ചാൽ അത് മിഷനറീൻ്റെ ചില സമയത്ത് ഹുക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചില സമയത്ത് അതിന് വേണ്ടി സ്പേസ് ഇട്ടിട്ടുണ്ടാവും, ഹുക്കിന് വേണ്ടി. അല്ല, അതിന് കപ്പൊക്കെ വെച്ച് അടിക്കാനുള്ള സ്പേസ് ഉണ്ടാവും. പക്ഷേ ഇതിനടിക്കണ്ട, എനിക്കങ്ങനെ തോന്നുന്നു കണ്ടിട്ട്. കാരണം പാലറ്റ് വലുതല്ലേ, അതുകൊണ്ട് നോക്കാം. നമുക്ക് ഇതെന്തോ ഹൈറ്റിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഹൈറ്റ് കൂടുതലുള്ള ലോഡാണ്. ഞാൻ അതുകൊണ്ട് ഹൈറ്റ് കൂട്ടി എടുക്കണമെങ്കിൽ കമ്പനി പറഞ്ഞാൽ മാത്രമേ എടുക്കുകയുള്ളൂ കേട്ടോ. കമ്പനി ചിലപ്പോൾ ഇൻഫോം ചെയ്യേണ്ടി വരും. അത് അവർ അളന്നിട്ട് പോയിട്ടുണ്ട് കേട്ടോ. കുറേ സമയം നിൽക്കുന്നത്. ഇതിലെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരവിടെ ഉള്ളിൽ കയറി ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഞാൻ അവരോട് പറഞ്ഞു ഇത് ഹൈറ്റ് കൂട്ടാൻ പറ്റുന്ന വണ്ടിയാണെന്നൊക്കെ പറഞ്ഞു. ഇതിൽ കൂടുതൽ ഹൈറ്റ് കൂടിയ വണ്ടി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവർ എന്താ പറയുന്നത് നോക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ കിടന്ന് അവരെ ഫുള്ള് അളക്കുന്നൊക്കെയുണ്ട് പരിപാടി. അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ അളക്കുന്നത്. അത് 3 അത്രേ ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി 3 മീറ്ററേ ഉള്ളൂ. ട്രെയിലറിൻ്റെ 290 വരുന്നുള്ളൂ ടോട്ടൽ ഹൈറ്റ്. അതായത് ഇതിൻ്റെ മേലേന്ന് ഇതിൻ്റെ താഴേക്കുള്ള ഹൈറ്റില്ലേ, അത് 290 ഉണ്ട്. അത് ലൂസായി പോകുന്ന പൊട്ടും. അങ്ങനെ അത് പൊട്ടും. അടിച്ചോ, ഒന്നുകൂടെ എടുത്തോ, ഒന്നും കൂടെ അടിക്കുക. അതിന് അവിടെ ഇട്ട് തന്നെ അടിച്ചോ. അത് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ പിടിക്കുക. ഇതിൽ പിടിക്കുക, എന്നിട്ട് റിലീസാക്കി ഇവിടെ കൊണ്ടുപോക്ക്. എന്നിട്ട് അതല്ലേ ഇത് വഴി. പിന്നെ ഇതിനെ വലിച്ചിട്ട് ഒന്നും കൂടി ഇത് ടൈറ്റ് ഇട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ അത് തന്നെ പരിപാടി. അന്നേരപ്പല്ല ഞാൻ പറഞ്ഞു ഇത് ലോക്കായല്ലോ ഓൾറെഡി. ഇത് വലിച്ചിട്ട് ഈ സാധനം ഉണ്ടോ, ഇതിൽ പിടിച്ച് റിലീസാക്കും ഒന്ന്. ഇത് പിടിക്കുക ഇങ്ങനെ. ഇല്ലാന്ന് ഇത് ലോക്ക് ഒഴിവാക്ക്. ലോക്ക് ഒഴിവാക്കി താഴോട്ട് വലിക്ക്. ഇനി ഇങ്ങോട്ട് വലിക്ക്. കണ്ടോ, ഇനി ഇതിനെ വലിച്ച് ടൈറ്റാക്ക്. കൈ ഇളക്കാം അവിടുന്ന്. എന്തിനാ കൈ പിടിക്കുന്ന അവിടെ? മതി. ഇനി തന്നെ ഉണ്ട് ഈ ലോക്ക്. ഇതാണ് ലോക്ക് തുറക്കുന്നത് ഇങ്ങനെ. ഇത് ടൈറ്റിങ്. നമുക്കിത് ടൈറ്റ് ആക്കണമെങ്കിലും റിലീസ് ആക്കണമെങ്കിലും ഈ സാധനം വലിച്ചാലേ ഇത് റിലീസ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് എന്നാ വലിച്ചെന്ന് പറഞ്ഞാൽ റിലീസ് ആവില്ല. അപ്പോൾ നമ്മൾ ഇത് വലിക്കണം. കണ്ടോ, ഇത് റിലീസാക്കി ബെൽറ്റ് റിലീസ് ആക്കാനാണേലും ഇതിങ്ങനെ വെച്ചിട്ട് കണ്ടോ ഒറ്റ അടി അടിച്ചാൽ ഇത് പിടിച്ച് വലിച്ചാൽ മാത്രമേ പോവുള്ളൂ. അല്ലെങ്കിൽ ഇത് ടൈറ്റ് ആക്കണമെങ്കിൽ ഇതിപ്പോൾ ടൈറ്റ് ആക്കണമെങ്കിൽ എന്ത് വേണം, ഇത് റിലീസ് ആക്കണം. ഇപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച് വലിക്കണം. വലിച്ചേ ഓക്കെ. ഇത് ടൈറ്റ് ആണല്ലോ.
ഇതിപ്പോൾ ടൈറ്റ് ആക്ക്. ഒന്നുകൂടി അടിച്ച്. വേറെ ഉൾട്ടടിച്ചാണ് കേൾക്കുന്നത്. നമുക്ക് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇതുണ്ടോ, നമുക്ക് ഈ സാധനം റിലീസായി വന്നു. റിലീസായി കഴിഞ്ഞാൽ നമ്മൾ കൈ എപ്പോഴും ഇവിടെയാണ് വേണ്ടത്. ഇത് പിടിച്ച് ടൈറ്റ് ആക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുണ്ടോ, ഇത് ടൈറ്റ് ആകുന്നിടം വരെ നമുക്ക് കൈ ആവശ്യമുള്ളൂ അവിടെ. അത് കഴിഞ്ഞ് ഇതുണ്ടോ, സിമ്പിളായിട്ട് അടിക്കാം. അന്നേരം ഇതിൽ പിടിക്കണ്ട. ഇത് ഈ സാധനം ചെറിയൊരു ടൈറ്റ് വേണോ? ഇതിപ്പോൾ ടൈറ്റായി. ഇനി ഈ കൈ കളക്ക്. അടിച്ചോ. റിലീസായി വരുന്നുണ്ട്. ബെൽറ്റിൻ്റെ അടിച്ചോ. മറ്റേതിൽ തൊടല്ലേ, ഈ സാധനത്തിൽ തൊട്ടേക്കരുത്. ഈ തൊട്ട് കഴിഞ്ഞാൽ റിലീസാവുള്ളൂ. കൈകളൊക്കെ അവിടുന്ന് ഇത് കൈക്കടിക്കും. അത് ബെൽറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല. ഭയങ്കര ഒന്നുകൂടെ അടിച്ചോ. റിലീസ് ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ ചെറിയ ടൈറ്റ് അടിച്ചാൽ മതി വിട്ടെ. പൊട്ടിക്കലടിച്ചടിക്കും. എന്നിട്ട് തന്നെ വേണ്ടേ ഇത് റിലീസാക്കണമെങ്കിൽ ഇത് പ്രസ് ചെയ്യണം. അവിടെ തന്നെ വെച്ചേ. അത് 2 മേലെ വെക്കാണ്ട് പോയി. അപ്പോൾ നമ്മുടെ ലോഡ് ഇത്രയായി കേട്ടോ. തൊടി കയറ്റാറുണ്ട്. ഉള്ളി നല്ല കട്ടപ്പണിയാണ്. അത് വലിച്ചവിടെ ഇട്ടേ. അതിൻ്റെ അടിവശം ലൂസായാൽ പിന്നെ അഴിക്കേണ്ടി വരും. ഈ കട്ടഴിക്ക്. അത് തന്നെ അത് ജിബിൻ കെട്ടിയിട്ടതാട്ടോ. അതാ ഉൾട്ട അടിച്ചിട്ടിരിക്കുന്നത്. 11 വർഷമായതൊക്കെയാ പറഞ്ഞത്. അത് മാത്രം വലിച്ചാൽ മതി നമുക്ക്. അത് മാത്രം, ആ ഒരൊറ്റ സാധനം. അതിന് അത് മേലെന്ന് വലിക്കും. മേലേന്ന് അത് ചേട്ടൻ വലിക്കുന്നേ ഉൾട്ടയാ. നേരെ തിരിഞ്ഞ് ഇന്ന് വലിക്കേണ്ട ശരിക്കും. വിട്ടെ. അത് അവിടെ വെച്ചേ. വലിച്ചു കയറ്റി അടിയിൽ ആ ഹുക്കിടണം. ഇനി നമ്മളെ ബെൽറ്റ് ഫുള്ള് വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇത് മിക്കവാറും നിങ്ങൾ കാലിന് പണിയാക്കും കേട്ടോ. ഈ പണിയാണേൽ ചാട്ടോട്ടമാണേൽ. ആ മേലത്തെ സാധനം കണ്ട ഫുള്ള് വലിച്ച് നിലത്തിടേണ്ട ആവശ്യമില്ല. ചെറിയൊരു ലോക്കിൽ അത് അവിടെ വെച്ച് വെക്കുക. എന്നത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാനുള്ള സുഖത്തിന് വേണ്ടിയാണ്. ഇല്ല പിന്നെ അടിയിൽ നിന്ന് ഈ സാധനം കണ്ടോ, ഉക്ക് തെന്നിക്കളയും. ഉക്ക് തെന്നിയ പണിയാണ്. നമ്മൾ ഫുള്ള് അങ്ങ് ആ തട്ടം വരെ അടുപ്പിച്ചിരിക്കുന്ന സാധനമാണെങ്കിൽ ഉക്ക് തെന്നിയാൽ അപ്പുറത്തെ കർട്ടൻ പോയി അഴിക്കേണ്ടി വരും. അഴിക്കൽ ഭയങ്കര പണിയാണ്. 16 പണി കിട്ടും. അതിൻ്റെ മേലെ വെക്കുന്നുണ്ടെന്ന് കുഴപ്പമില്ല. ഇതുണ്ട, ഇത് ഇവിടുന്ന് സാധനം മാറി. അപ്പോൾ ഇത് കുറച്ചുകൂടി നല്ല വൃത്തിക്ക് ടൈറ്റാക്കി താത്തിയിട്ട് അത് തന്നെ. അങ്ങനെയല്ല, ഇത് മേലെ ഇതുണ്ട്. ഇതിങ്ങനെ ലോക്കിൽ പോലെ വരട്ടെ. ഇവിടെ അല്ല പിടിക്കണ്ടത്. നമുക്ക് ഇവിടെ ടൈറ്റാക്കുമ്പോൾ ഇവിടെയല്ല ഇത് പാതാഴണ്ടേ. അത് തന്നെ പാതാത്ത്. ഇതിൽ പിടിച്ചാൽ മതി. ഈ ഒരു സാധനത്തിൽ പിടിച്ചിട്ട് കണ്ട ഇങ്ങനെ അടിച്ച് കയറ്റിയാലും മതി. അത് തന്നെ. എന്നിട്ട് അത് നമ്മുടെ കയ്യിൽ വരുന്നില്ലെങ്കിൽ അങ്ങനെ അടിയിൽ നിന്ന് മേലേക്ക് ഒരു അടി. അത് തന്നെ. അങ്ങനെ അടിച്ചിട്ട് അടി. കൈ കടിക്കും കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മതി. അത് ലൂസല്ലേ. അപ്പോൾ 2 അടി ഇതിൽ പിടിക്കണം, എന്നിട്ട് അടിക്കാവുള്ളൂ. അതാണ്. അപ്പോൾ അടിയിൽ നിന്ന് ലൂസായിപ്പോയി. ഇത് ശ്രദ്ധിക്കണം. ഓക്കെ ഇനി പിടിക്കേണ്ട ഇത് മാത്രം ടൈറ്റ് പിടിച്ചിട്ട് ചെറുങ്ങനെ 2 അടി താവോട്ട്. മാറി ഞാൻ അടിച്ചു തരാം. നമ്മൾ ലോഡൊക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ.
ഇതാണ് നമ്മൾ റെസിഡൻഷ്യൽ ഏരിയൻ്റെ ഉള്ളിൽ നിന്നാണ് ഇപ്പോൾ ലോഡ് എടുത്തിരിക്കുന്നത് വണ്ടിയാണ് ഗ്ലാസ് സൈഡ് ഗ്ലാസ് ഒക്കെ ചെളിയാണ്. അതായത് നമ്മൾ ലോഡ് എടുത്ത് ഫുള്ള് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് കേട്ടോ. കാർളം വരുന്ന നോക്കിയാൽ പറഞ്ഞു വണ്ടി ഉണ്ടാവില്ല എന്ന് ഓർത്തിട്ടായിരിക്കും അല്ലേ. ട്രക്ക് കയറുന്ന റോഡല്ല കണ്ടമാനം, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കണം, സമയം 10 മണി 7 മണി 6:30 എത്തി കേട്ടോ. കണ്ടോ തടാകം ഉണ്ടോ കിടക്കുന്ന വെള്ളം ഫുൾ ഐസ് അടിച്ചിട്ട് വഴിയല്ല ഫുള്ള് വെള്ളത്തിൽ ഐസായി കിടക്കുന്നല്ലേ. നമ്മള് വന്ന ഇതിലല്ലേ നമ്മള് പോണ്ട ഇതില്. ഞാൻ ഒറ്റക്കാണ്, ഞാനെല്ലാം ഒരു ടോട്ടൽ ലാസ്റ്റ് ഒരു ചെക്കപ്പ് ഉണ്ട്. അത് ഇത് മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യും. രണ്ടാള് നിൽക്കുന്നതുകൊണ്ട് നമ്മള് എല്ലാം അതാ ഞാൻ ചേട്ടനോട് പറഞ്ഞത്. പിന്നെ നമ്മള് എടുക്കുന്ന സാധനമേ നമ്മൾ തുറന്നാൽ തന്നെ അത് കറക്റ്റായിട്ട് ലോക്കാക്കി എപ്പോഴും വെക്കണം. കാരണം നമ്മൾ പിന്നീട് എപ്പോൾ ചെന്ന് തുറക്കണോ ആവശ്യം വന്നില്ലെങ്കിൽ സാധനം നിലത്ത് വീഴുകയും ചെയ്യും. ലാസ്റ്റ് എന്തെങ്കിലും നമ്മളെ പറ്റുന്ന ഡാമേജുകൾ ചിലപ്പോൾ കമ്പനി നമ്മുടെ കയ്യിൽ പൈസ കട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അത് വരുത്താണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ടീക്കായിട്ട് പരമാവധി വെക്കുകയാണെങ്കിൽ നമ്മൾ ഒഴിവായി നമ്മളെ കയ്യിൽ ശമ്പളം മൊത്തത്തിൽ കിട്ടും. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലങ്ങളില്ല കറക്റ്റ് സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ നോക്കി പോയില്ലെങ്കിൽ പൈസ കട്ട് ചെയ്യും. അതിനകത്ത് ഇത് മെൻഷൻ ചെയ്തിട്ടില്ല 30 കിലോമീറ്റർ സ്പീഡ്, നമ്മൾ 30 എങ്കിൽ നമുക്ക് ശമ്പളം നല്ലൊരു ശമ്പളം നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ ഇവിടെ കൊടുക്കാം. എല്ലാ രാജ്യങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമുക്ക് നമ്മൾ ഇന്നലെ വന്ന ഫുള്ള് റെസ്റ്റ് അവിടെ നിന്നൊക്കെ ക്യാമറ ഉണ്ടായിരുന്നു. ഓസ്ട്രിയ ഭയങ്കര 60 സ്പീഡായി. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ അടിഞ്ഞാൽ ഫൈൻ പോകും. നല്ല രീതിയിൽ ഫുള്ള് വെള്ളമല്ല ഫുള്ള് ഫ്രോസൺ ആട്ടോ. നല്ല തണുപ്പായിരുന്നല്ലേ ഇവിടെ. 1 ഡിഗ്രി ആണ് ഒന്നല്ല സൂറ്. ഓസ്ട്രിയൻ്റെ ഒക്കെ ലാസ്റ്റ് പീക്ക് ലെവലിലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇത് കാണുന്നത്. ഇത് വലിയ പീക്കൊന്നും അല്ല. ഇന്നലൊക്കെ വന്ന സ്ഥലമൊക്കെ അടിപൊളിയായിരുന്നു, ഭയങ്കര സംഭവമായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു അല്ലേ. അതേപോലെ ഒന്നും ഇല്ല ഇവിടെ. ബെൽറ്റടി എങ്ങനെ ഉണ്ടായിരുന്നേട്ടി? ഓഫർ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതാ ഓഫർ. പാർക്കിംഗ് ഒക്കെ കുറവായിരിക്കും, ചില സമയത്ത് കിട്ടൂല. വേണമെങ്കിൽ കറക്കത്ത് കഴിഞ്ഞ് മേലെ വെക്കാൻ വേണം. ഞാൻ വെച്ചിട്ടൊക്കെ ഉണ്ട്, വേറെ കാര്യം. എൻ്റെ മോനെ എന്താ രസം. ഓസ്ട്രിയൻ്റെ ഉള്ളിൽ ഇറങ്ങിയാലേ കാഴ്ചകൾ കാണാൻ കഴിയുള്ളൂ കേട്ടോ. സത്യം ഒരു രക്ഷയില്ല. ഫുള്ള് പീക്ക് സ്ഥലം, ഫുള്ള് ഇതേപോലെ ഗ്രാമങ്ങൾ വഴിയാണ് കേട്ടോ ഈ വണ്ടി മൊത്തം പോകുന്നത്. നമ്മള് അടിപൊളി. ലാസ്റ്റത്തെ തകർക്കലാന്നാ തോന്നുന്നത്. നമ്മൾ ഇന്നലെ ഇതേപോലത്തെ സ്ഥലത്തൊക്കെയാ കിടന്നത്. എന്നാലും ഇതൊരു അടിപൊളി. ശ്രീതേട്ട എങ്ങനെയുണ്ട്? ഓസ്ട്രിയ അടിപൊളിയല്ലേ? ഭയങ്കര ഇരുണ്ട് പോയല്ലേ മഞ്ഞ് കാരണം. മൊത്തത്തിൽ ഇരുണ്ട് മൂടി. മരമെല്ലാം കണ്ടോ ചേട്ടേ നിൽക്കുന്നേ? ഞാൻ പറഞ്ഞ സാധനമൊക്കെ ഇതാണ് ആ മരം. കണ്ടാ വേറെ ലെവലായിട്ട് നിൽക്കുന്ന. എന്താ മോനെ അടിപൊളി. എന്താ രസമല്ലേ മരം. എനിക്ക് ഒരു ചവിട്ട് കൊടുത്തു കഴിഞ്ഞാല് പടപടയെ വീഴുന്ന. എന്താ രസമല്ലേ. യൂറോപ്പിൽ ഇങ്ങനെ വരുമ്പോ നമ്മൾ ഔട്ടർ റോഡ് ഇത് എന്താ രസം, എന്താ രസം. ഔട്ടർ റോഡ് ഇറങ്ങുമ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഇഷ്ടംപടി കാണാനുണ്ടാവും. ഇതിലും കുറച്ചുകൂടി നല്ല രസത്തിന് വരും ചാട്ടി. അടിപൊളിയായിട്ട് വരും.
ഇത് 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 ഈ കാണുന്നുണ്ട് ഇടത് ദിവസത്തൊക്കെ അതേപോലെ ഉണ്ടോ? എന്താ അടിപൊളിയായിട്ടുണ്ടാവുന്നറിയാം. കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇത്രയ്ക്ക് നല്ല സുന്ദര കാഴ്ച. ആ മരമൊക്കെ കണ്ടോ നിൽക്കുന്നത്? വെളുത്ത് ഇരുണ്ട് പോയല്ലേ മഞ്ഞ് കാരണം അങ്ങോട്ട്. എന്താ രസം. ലാസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ നമ്മുടെ വീഡിയോൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഇതായിരിക്കും ഈ മഞ്ഞെല്ലാം മിക്കവാറും. അതേപോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഫുള്ള് വെളുത്ത് 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 പാറി. ശ്രീത്താട്ട നാട്ടിലേക്ക് എല്ലാവർക്കും ഓരോന്നോരോന്നെടുത്ത് അയച്ചുകൊണ്ടിരിക്കുക. എന്താ ഇതെല്ലാം നോക്കിയാ നിക്കുന്നത് ഫുള്ള് മഞ്ഞ് കേട്ടാ. ഓ എന്താട്ടെ ലൈറ്റിലോടും. ഒരു കാടാണ് ഇപ്പൊ കേറുക. എന്ത് കഴിഞ്ഞു കേട്ടാ, കാട് കഴിഞ്ഞു. ഇന്നലെ വന്ന പോലെ തന്നെ വലിയ കണ്ണൊന്നും കാണൂല കേട്ടോ മുന്നോട്ട്. അതേപോലെ ഉള്ള ഇപ്പൊ യൂറോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ പല പ്രതലങ്ങളിലൂടെ നമ്മൾ വണ്ടി ഓടിക്കേണ്ടി വരും. വിന്റർ ഉണ്ട്, സമ്മർ ഉണ്ട്, അതേപോലെ കാറ്റുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ പല ടെറൈനുകളും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ കോടമഞ്ഞം. 2 ദിവസമായിട്ട് കോട എന്ന് പറഞ്ഞാൽ ബഹുത്ത് ബെട കോട ഹേ. മരത്തെല്ലാം ഐസ് നിൽക്കുന്നെങ്കിൽ വീണ്ടും കാട്ടിക്കയറി. ഇത് ഭയങ്കര സ്നോഫോൾ അടിച്ചാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഇവിടെ. ഇല്ല ഇത്രയ്ക്ക് കട്ടിക്ക് ആ മരത്തെ കണ്ടോ, ഭയങ്കര കട്ടിക്കാ നിൽക്കുന്നത് അല്ലേ? എവിടെ ശ്രദ്ധിച്ചാ? പക്ഷെ ഈ കോട ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര രസമായിരിക്കും ഇത് കാണാൻ. പ്രത്യേക ഭംഗിയുണ്ടായാണ്. എനിക്ക് തോന്നുന്നു ഈ ഓസ്ട്രിയക്കാരെ കുറെ പേര് ഈ കുറെ ഉള്ളേരിയകളിലേക്കാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു വീടെടുത്തിട്ട്. കണ്ടോ ഇത് ഇങ്ങനെയുള്ള ഇന്നലെ നമ്മൾ പോയ ഭയങ്കര റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് പോയില്ലായിരുന്നോ? അവിടെ ഇതേപോലെ തന്നെയല്ലായിരുന്നോ വീടുകളൊക്കെ ഉണ്ട്. എന്താ എന്നതാട്ടെ ഇത്? ഫുള്ള് തൂണ് തന്നെയായിപ്പോ അല്ലേ? മഞ്ഞിന്റെ ഒരു തൂണ് തന്നെ കേട്ടോ. ടറ് 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 ഉറപ്പായിട്ടും. പക്ഷെ റോഡൊക്കെ പക്ക ക്ലീൻ ആണേ, ഒരു വിഷയമില്ല. അവര് ഇടയ്ക്കിടയ്ക്കേ വന്ന് ഉപ്പടിക്കും റോഡിന്, മെയിൻ റോഡിന്. അല്ലാണ്ട് നടക്കൂല. ലാ 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 നമ്മളെ ഇന്നലെ വന്ന സ്ഥലം ഇത് തന്നെ, പക്ഷെ ഇന്നിപ്പോ പോകുന്ന സ്ഥലം അതേ സെയിം സ്ഥലത്ത് കൂടെ പോകുന്നതാണ്. ഇപ്രാവശ്യമാണ് ശരിക്കും മഞ്ഞ്. ഇപ്രാവശ്യം ഈ കൊല്ലത്തെ മഞ്ഞില് ഇത്രയും പീക്കായിട്ടുള്ള ഒരു മഞ്ഞ് നമുക്ക് കിട്ടുന്നത് ഇപ്രാവശ്യമാണ്. കഴിഞ്ഞ വർഷമൊക്കെ കിട്ടിയായിരുന്നു, പക്ഷെ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ചെക്കിൽ പോയായിരുന്നു. അതേപോലെ ജർമ്മനിയൊക്കെ അത്യാവശ്യം നല്ല മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു. ഓസ്ട്രിയൊക്കെ നമ്മൾ ഇൻസ്ബർഗ് കയറുന്ന സമയത്തൊക്കെ ഇതേപോലെയായിരുന്നു എല്ലാ സ്ഥലങ്ങളും. ഇപ്രാവശ്യം അങ്ങനെ ഇല്ല, കുറവായിട്ട് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എല്ലാം ഇങ്ങനെ ഒരു തൂണ് തന്നെ ആയിട്ടുണ്ട് സ്നോഫോളിന്റെ പവർ കാരണം. നമ്മളാണ് ഇതിൻ്റെ അകത്ത് ഗ്രാമങ്ങൾ വഴി തന്നെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയ നമ്മൾ മാറിപ്പോയി. വീണ്ടും ഒരു വീട്ടിൻ്റെ റെസിഡൻഷ്യൽ ഏരിയ കയറി. റെസിഡൻഷ്യൽ ഏരിയ എല്ലായിടത്തും 50 അല്ല കേട്ടോ ഏട്ടേ. ചില സ്ഥലങ്ങളില് 30 സ്ഥലമുണ്ട്. എവിടെ ഒരു സ്ഥലത്ത് പോയപ്പോ 20 ഉണ്ട്. നമ്മളെപ്പോഴും ബോർഡ് ശ്രദ്ധിച്ചോളാം. ബോർഡാണ് മസ്റ്റ് കേട്ടാ.
പരമാവധി റെട്ടാർഡർ. നമ്മളിപ്പോൾ കണ്ടോ ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം ചവിട്ടുന്നില്ല. അന്ന് ഇറങ്ങുന്ന സമയത്തൊന്നും ചവിട്ടി താത്തിയല്ലാണ്ട് റെട്ടാർഡർ ഓഫായിട്ട് ആക്സിലേഷൻ കൊടുത്തു. റെട്ടാർഡർ ഓഫ് ആക്കാണ്ട് ആക്സിലേഷൻ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ എക്കോ പോവും. അതുപോലെ ക്രൂയിസ് കൺട്രോൾ ഓഫ് ആക്കാണ്ട് റെട്ടാർഡർ അടിക്കരുത്. അങ്ങനെ അടിച്ചാലും എക്കോ പോവും. എക്കോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ക്രൂയിസ് കൺട്രോളിലാണ് പോകുന്നതെങ്കിൽ ക്രൂയിസ് കൺട്രോൾ ഓഫ് ആക്കിയതിന് ശേഷം റെട്ടാർഡർ വലിക്കും. ബ്രേക്ക് ഓടുന്നുണ്ടെങ്കിലും ഇത് തന്നെ കേട്ടോ. റെട്ടാർഡർ അല്ല ബ്രേക്ക് ചവിട്ടുന്നുണ്ടെങ്കിലും ക്രൂയിസ് ഓഫ് ആക്കിയിട്ട് ചവിട്ടാൻ പോകും. അങ്ങനെ കുറച്ച് ഇവിടെയുള്ള കുറച്ച് പഴയ മൂപ്പന്മാർ പറഞ്ഞിട്ടുണ്ട് സംഭവം ശരി. അതിന് ശേഷമൊക്കെ എക്കോ കയറുന്നുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ കടയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് രസം. ഈ ലൈറ്റ് നമുക്ക് പറ്റൂല കേട്ടോ. അത് വേറൊരു കാര്യമുണ്ട്. ഈ മഞ്ഞ് മാറി വെയിലടിക്കുന്നുണ്ടല്ലോ നമ്മുടെ കണ്ണ് ഭയങ്കരമായിട്ട് മഞ്ഞളിച്ച് എന്തോ ഒരു പ്രത്യേക ഒരു ഇതിലേക്ക് പോയി. എന്താ രസം. ഫുള്ള് വെളുത്തു പോയി. BMW ഒക്കെ മഞ്ഞിൻ്റെ അകത്ത് വരുന്നതാണ് എന്താ രസമല്ലേ.